ഇസ്രായേലുമായുള്ള സംഘർഷത്തിൽ നിരുപാധികം കീഴടങ്ങണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം തള്ളിക്കളഞ്ഞ ഇറാൻ. പോരാട്ടം തുടങ്ങിയിട്ടേയുള്ളൂവെന്നും ഇറാൻ കീഴടങ്ങില്ലെന്നും പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി വ്യക്തമാക്കി. ഇസ്രായേലിനെ സഹായിക്കാനുള്ള സൈനിക ഇടപെടൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുമുണ്ടായാൽ അമേരിക്കക്കാർക്ക് തിരിച്ചെടുക്കാനാകാത്ത ദോഷം വരുത്തിവെക്കുമെന്നും ഇറാൻ പരമോന്നത നേതാവ് പറഞ്ഞു. ഇറാനെതിരായ യുദ്ധത്തിൽ ഇസ്രായേലിന് സൈനിക സഹായം നൽകരുതെന്ന് അമേരിക്കയോട് റഷ്യ ആവശ്യപ്പെട്ടു. ഇറാൻ ഇസ്രയേൽ സംഘർഷം അതിരൂക്ഷമായി തുടരുന്നതിനിടെയാണ് ഇറാന് അമേരിക്ക അന്ത്യശാസനം നൽകിയത്. എന്നാൽ ഇതിനെ പൂർണ്ണമായും തള്ളുകയാണ് ഇറാനെയും ഇറാൻ ജനതയെയും അതിന്റെ ചരിത്രത്തെയും അറിയുന്ന ബുദ്ധിയുള്ള മനുഷ്യരാരും ഈ രാജ്യത്തിനു നേരെ ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിക്കില്ല. കാരണം ഇറാൻ എന്ന രാജ്യം ഒരിക്കലും കീഴടങ്ങില്ല. മാത്രമല്ല, ഏതെങ്കിലും തരത്തിലുള്ള യുഎസിന്റെ സൈനിക ഇടപെടലുണ്ടായാൽ അതിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് അമേരിക്ക മനസ്സിലാക്കണമെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി വ്യക്തമാക്കുന്നു. വിവേകമുള്ളവർ ഇറാനോട് ഭീഷണി സ്വരത്തിൽ സംസാരിക്കാറില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുദ്ധത്തെ യുദ്ധം കൊണ്ടും ബോംബിനെ ബോംബ് കൊണ്ടും ഇറാൻ നേരിടുമെന്നും ഖമേനി മുന്നറിയിപ്പ് നൽകുകയാണ്. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള വ്യോമാക്രമണം 6 ദിവസമായി തുടരുന്ന സാഹചര്യത്തിൽ പ്രതികരണവുമായി റഷ്യ രംഗത്തെത്തി. ഇസ്രായേലിനുള്ള യുഎസ് സഹായം മിഡിൽ ഈസ്റ്റിനെ അസ്ഥിരപ്പെടുത്തുമെന്ന് പറഞ്ഞ റഷ്യ ഇറാനെതിരായ യുദ്ധത്തിൽ ഇസ്രായേലിന് സൈനിക സഹായം നൽകരുതെന്ന് അമേരിക്കയോട് ആവശ്യപ്പെട്ടു. ഇതിനിടെ അതിരൂക്ഷ ആക്രമണ പ്രത്യാരോപണങ്ങളാണ് ഇറാനും ഇസ്രായേലും നടത്തുന്നത്. അത്യാധുനിക ഇസ്രായേലി ഡ്രോൺ ടെഹ്റാന് സമീപം ഇറാൻ വെടിവെച്ചിട്ടു. ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെ ടെല്ലവീവിലെ ആസ്ഥാനം മിസൈൽ ആക്രമണത്തിൽ തകർത്തെന്ന് ഇറാൻ അവകാശപ്പെടുന്നു. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രത്തിലെ സെൻട്രിഫ്യൂജുകളും യുറേനിയം സമ്പുഷ്ടീകരണത്തിന് ഉപയോഗിക്കുന്ന മെഷീനുകൾക്കും നാശനഷ്ടം സംഭവിച്ചു. പടിഞ്ഞാറൻ ഇറാനിലേക്കും ഇസ്രായേൽ ആക്രമണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. തലസ്ഥാനമായ ടെഹ്റാനിൽ വൻ സ്ഫോടനങ്ങളാണുണ്ടായത്. ഇസ്രായേലുമായുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഖത്തർ അമീറിന് ഇറാൻ നിർണായക സന്ദേശവും കൈമാറിയിട്ടുണ്ട്. കത്ത് ലഭിച്ചെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത TV.